ഹലോ വെൽക്കം ബാക്ക്. നമുക്ക് കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലും അല്ലെങ്കിൽ നമുക്കൊക്കെ പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഒടിയൻ റൈസാണ് ഇന്ന് നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. എങ്ങനെയാണ് ഒണിയൻ റൈസ് ഉണ്ടാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ പാനിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്, വെളിച്ചെണ്ണയല്ല. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കടുകൊക്കെ ഒന്നിട്ട് പൊട്ടിച്ചതിന് ശേഷം ഇതിലേക്ക് പെരുംജീരകവും ജീരകവും കൂടി ഇട്ടിട്ട് ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ ഞാൻ ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, പിന്നെ ആവശ്യത്തിന് കറിവേപ്പില, അതും കൂടി ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ സവാളയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ഒരു 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ്. അപ്പോൾ രണ്ടും കൂടെ ഒന്ന് ചതച്ച് ഒരു 1/2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ഇട്ട് കൊടുത്തൊന്ന് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വെന്ത് വന്നതിന് ശേഷം ഇതിലേക്ക് മസാല ഇട്ട് കൊടുക്കാം. അപ്പം ഒരു മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, അതുപോലെ തന്നെ ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി, മല്ലിപ്പൊടി ഒരു 1/4 ടീസ്പൂൺ. അപ്പോൾ ഇതൊക്കെ അവിടെ നിന്ന് ഇട്ടിട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോറ് കഴിക്കുന്ന ആ ഒരു സമയത്ത് ആ ഒരു പുളിപ്പൊക്കെ ഇവിടെ കഴിക്കുമ്പോഴത്തേക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രം നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പുളിപ്പ് വേണ്ടാന്നുള്ളവരാണെങ്കിൽ ഈ നാരങ്ങ നീര് ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ മസാലയൊക്കെ ഒന്ന് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ സമയത്ത് നല്ല വേവിച്ച ബസ്മതി റൈസാണ്. അപ്പോൾ അത് 1 കപ്പ് ഇതിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ബസ്മതി റൈസ് ഞാനിതുപോലെ ഒരു 15 മിനിറ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ഒന്ന് തിളപ്പിച്ച് ഊറ്റിയെടുത്തതാണ്. അത് ഇതിലേക്കൊന്ന് ഇട്ടിട്ട് ഈ മസാലയും ചോറും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ചോറ് പൊടിഞ്ഞു പോകാത്ത രീതിയിൽ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ സ്പാച്ചില വല്ലതും ഉണ്ടെങ്കിൽ അങ്ങനെ എടുത്ത് മിക്സ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അങ്ങനെ ഓണിയൻ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പ്ലേറ്റിലോട്ട് മാറ്റി നമുക്കിത് കഴിച്ച് നോക്കണം. പിന്നെ ഇത് നമ്മൾ ഉണ്ടാക്കി ആ ഒരു ചൂടോടെ തന്നെ ഇത് കഴിച്ചാൽ അതിൻ്റെ ഒരു ടേസ്റ്റ് ഉള്ളൂ. അല്ലാതെ നമ്മളിത് തണുത്തതിന് ശേഷം കഴിച്ച് കഴിഞ്ഞാൽ ആ ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അതുകൊണ്ട് നല്ല ചൂടോടെ തന്നെ ഇത് നല്ലപോലെ കഴിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് പുതിന ഇലയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പുതിന ഇലയും നമ്മൾ ആ ചോറും കൂടെ ആയിട്ട് ഒരുമിച്ച് കഴിക്കുമ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾ കഴിക്കുമ്പോഴും ഇതുപോലെ ഒന്ന് കുറച്ച് പുതിന ഇല ഇട്ടിട്ട് കഴിച്ചാൽ ടേസ്റ്റ് ആയിരിക്കും. പിന്നെ നമുക്ക് ഇത് ചോറ് മാത്രമായിട്ട് കഴിക്കാം, അല്ലാതെ തൈരും കൂടെ മിക്സ് ചെയ്തിട്ട് അതും കൂടെ ഒഴിച്ച് കഴിക്കുന്നതും ഒരു ടേസ്റ്റാണ്. ഞാനിത് 2 രീതിയിലും കഴിച്ച് നോക്കിയിട്ട് എനിക്ക് ഈ റൈസ് മാത്രം, അതായത് ഈ ഓണിയൻ റൈസ് മാത്രമായിട്ട് കഴിച്ചപ്പോഴാണ് കുറച്ചുകൂടെ ടേസ്റ്റ് കേട്ടോ. തൈര് ഒഴിച്ച് കഴിക്കുന്നതിനെക്കാട്ടിലും ഇതാണ് ടേസ്റ്റ്. അപ്പോൾ നിങ്ങൾ ഇത് ഉറപ്പായിട്ട് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരേക്കും മാസലാമ.